12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നത്. ഭയങ്കരമായിട്ട് അതിശയിച്ചു. LKG കുട്ടികളൊക്കെ ആനുവൽ ഡേ പ്രോഗ്രാമിന് ഭഗവത്ഗീതയൊക്കെ ചാൻഡ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവുകയാണ്. എവിടെ വെച്ച് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടാലും ഞാൻ ഹരിയോം പറഞ്ഞ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. ഏത് പ്രൊഫഷൻ ആയാലും ശരി, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ വെൽ ഇക്വിപ്ഡ് ക്ലാസ് റൂംസാണ്. ഏതൊരാൾ ഇവിടെ ചിന്മയ വിദ്യാലയ കൊല്ലം വിസിറ്റ് ചെയ്താലും നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നല്ലോ എന്നൊക്കെ പറയാതെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരില്ല. 12th കഴിയുന്ന കുട്ടികൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകും. തിരിച്ചു വരുമ്പോൾ അവർ പറയും, ടീച്ചർ ഇപ്പോഴാണ് നമുക്ക് ചിന്മയ വിദ്യാലയത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഹരിയോം മിസ്സേ. ഹരിയോം കാവ്യ, നൈസ് ടു സീ യു അഗൈൻ. താങ്ക് യു. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? നന്നായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ഓട്ടബോട്ടിയൊക്കെ അറിയോ? ഇപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇപ്പോൾ 5 വർഷമായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. നല്ല 2 ക്ലിനിക്ക് കൊല്ലത്ത് തന്നെ റൺ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ ഹെയറും സ്കിന്നും ആണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് മിസ് ചിന്മയിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചിങ്ങോട്ട് വരുന്നത്. സോ വെരി ഹാപ്പി ഫോർ ദാറ്റ്. കാര്യം ഇവിടെ സ്കൂളിലെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം അതാ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാര്യം 2013 ഞാൻ പഠിച്ചിറങ്ങുന്നത്. അപ്പം ആ ഒരു 14 വർഷത്തെ LKG to +2 അവിടം വരെയുള്ള ഒരു സമയത്തിൽ ഞാൻ കണ്ട ചിന്മയിൽ നിന്നും ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കാണുമ്പോൾ. അതിനെക്കുറിച്ച് എന്താ മിസ്സിന് പറയാനുള്ളത്? ഒത്തിരി പറയാനുണ്ട്. പറയുവാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. കാരണം ഞാനിവിടെ ഒരു 10 years ബാക്കാണ് ഞാനിവിടെ എത്തുന്നത്. അപ്പോൾ കണ്ട ചിന്മയും ഇപ്പോൾ കാണുന്ന ചിന്മയും തമ്മിൽ ഒത്തിരി ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് വരുന്നത്. പിന്നെ കരിക്കുലത്തിൽ മാത്രമല്ല, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലും എല്ലാം നല്ല നല്ല മാറ്റങ്ങളുണ്ട്. പിന്നെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. കാരണം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അതിൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാവ്യ പഠിച്ചതിനേക്കാളും ഒത്തിരി ഡിഫറെൻ്റാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അതിലെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ ശരിക്കും ഈ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനേ അല്ല. NEP സജസ്റ്റ് ചെയ്യുന്നത് ആ റോട്ട് മെമ്മറി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് അവർ കോമ്പീറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കുട്ടികളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ്. കുട്ടികൾക്ക് എങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യാം, അവർക്ക് ചലഞ്ചസ്, ജീവിതത്തിലെ ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് NEPയുടെ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ കുട്ടികളെ മാറ്റണം. കുട്ടികൾ മാറണമെങ്കിൽ ആദ്യം ആര് മാറണം? ടീച്ചേഴ്സ് മാറണം. അപ്പോൾ ടീച്ചേഴ്സിന് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഒത്തിരി കോഴ്സസ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ടീച്ചേഴ്സിന് ഈ CBSEയുടെ ട്രെയിനിങ് മാത്രമല്ല, നമുക്ക് നമ്മുടെ ഒരു വാസ്റ്റായിട്ടുള്ള ഏരിയ ചിന്മയ്ക്കുള്ളത് കൊണ്ട് നമ്മുടെ സെൻട്രൽ ചിന്മയ മിഷൻ ടീച്ചേഴ്സിന് സെപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കുക. കാരണം ഒരു 5 days അവരൊക്കെ ട്രെയിനിങ് വെക്കുവാണെങ്കിൽ ഒരു 5 days കണ്ടിന്യൂസ് ട്രെയിനിങ്ങാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ NEPയുടെ മാറ്റങ്ങൾ അനുസരിച്ചുള്ള ചേഞ്ചസ് ആണ് നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കുന്നത്. എല്ലാ വർഷവും ഒരു മിനിമം 5 ടീച്ചേഴ്സെങ്കിലും കോയമ്പത്തൂർ ഈ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകണം. അത് മാത്രമല്ല, നമ്മുടെ ട്രിവാൻഡ്രം ചിന്മയ മിഷൻ അവരും ഒത്തിരി ട്രെയിനിങ് മീൻസ് എവറി ഇയർ, ഇൻ ദ ബിഗിനിങ് ഓഫ് എവറി ഇയർ അവരും ഇഷ്ടംപോലെ അതായത് നമ്മുടെ ഈ മാറ്റം കുട്ടികളിൽ നമുക്ക് എത്തിക്കണം. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ അത് എത്തണമെങ്കിൽ ടീച്ചേഴ്സ് മാറണം. അപ്പോൾ അതിനുള്ള പരിശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. അവർ ട്രെയിനിങ് ഇൻ സർവീസ് കോഴ്സസ് അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ കാവ്യ പഠിക്കുന്ന പോലെയല്ല നമുക്കിവിടെ ഇൻഫ്രാസ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളും ഒരുപാട് നമ്മുടെ
ക്ലാസ്സസ് ഒക്കെ ഇപ്പോൾ വെൽ ഇക്വിപ്ഡ് ക്ലാസ് റൂംസാണ്. ഒരു ക്ലാസ് റൂമിൽ പോലും നമുക്ക് സെൻസർ ബോർഡ് ഇല്ലാത്ത, അതായത് നമ്മുടെ മൊബൈലിൽ നമുക്ക് എന്തൊക്കെ നമുക്ക് നമ്മുടെ ഫിംഗർ ടിപ്സിൽ തന്നെ നമുക്ക് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെയാണ് ഒരു ടീച്ചർ ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ, ടീച്ചറിനായാലും ശരി കുട്ടിക്കായാലും ശരി, നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ടീച്ചറിന് ആ ഒരു ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് വന്നാൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ക്ലാസ് റൂമിനകത്ത് തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് ടെക്നോളജിക്കലി നമ്മൾ ശരിക്കും വെൽ അഡ്വാൻസ്ഡ് ആണെന്ന് തന്നെ പറയാം നമ്മുടെ കുട്ടികൾ. പിന്നെ വേറെ നമ്മൾ ഒത്തിരി അതായത് സ്കിൽ ഡെവലപ്മെൻറ്റ്, ഞാൻ പറഞ്ഞുവല്ലോ സ്കിൽ ഡെവലപ്മെൻറ്റാണ് NEP കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന, അതായത് ഹയർ ക്ലാസ് കുട്ടികൾക്ക് നമ്മൾ AI ആണ് സ്കിൽ സബ്ജക്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ലോവർ വേർഷനാണ് വരുന്നത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 8th വരെ വരുന്ന റോബോട്ടിക്സ് വരുന്നുണ്ട്. അപ്പോൾ റോബോട്ടിക്സിന് നമ്മൾ സ്പെഷ്യൽ ടീച്ചേഴ്സിനെ തന്നെയാണ് അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ഈ വർഷം തന്നെ നമ്മുടെ റോബോട്ടിക് ലാബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്, അതിൻ്റെ ഇതുണ്ട്. പിന്നെ നമുക്ക് CSRS എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് ചിന്മയ സയൻസ് റിസർച്ച് ഇൻ സ്കൂൾസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു എക്സ്പോഷറാണ് കിട്ടുന്നത് സയൻസിന്. അതായത് ഇത് ട്രിവാൻഡ്രത്താണത് എൻ്റെ ഓഫീസും എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മൾ ഈ നമ്മുടെ കുട്ടികളെ നമ്മൾ അവിടെ എന്ത് പ്രോഗ്രാം വന്നാലും അങ്ങോട്ട് കൊണ്ടുപോവുകയും അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കിവിടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ കരടി പാത്ത് എന്ന് പറഞ്ഞിട്ടൊരു, ഇതെല്ലാം നമുക്ക് ഇത് വീഡിയോ ഉൾപ്പെടെ, അതായത് നമുക്ക് കുട്ടികൾക്ക് കണ്ട്, നമ്മൾ ടീച്ചേഴ്സ് പറയുന്ന മാത്രം ഓഡിയബിൾ ആയിട്ടുള്ളത് മാത്രമല്ല, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ നമുക്ക് കണ്ടും കൂടെ വിഷ്വലൈസേഷനും കൂടെ വേണം. അപ്പോൾ ഇതെല്ലാം കാവ്യ പഠിച്ചത് ആ സമയത്ത് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇല്ലാത്ത സംഭവങ്ങളാണ്. പിന്നെ യുനോ നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സ് ഇറ്റ് വാസ് എ നൈറ്റ് മെയർ ഫോർ മീ വെൻ ഐ വാസ്. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്തമാറ്റിക്സ് ടീച്ചറിനെയും പേടിയാണ്, മാത്സിന് ഞാൻ വെരി പൂറുമാണ്. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ, അതിനൊരു മാറ്റവും ഇല്ല. ഒരു 80% കുട്ടികൾക്കും മാത്തമാറ്റിക്സ് ടഫാണ്. അതെ ടഫാണ്. ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ അവരത് ബേസ് ചെയ്ത് മാത്സ് തന്നെ ഫോക്കസ് ചെയ്ത് അവർ പോവുകയും ചെയ്യും ആ ഒരു ട്രാക്കിൽ. അല്ലാത്ത കുട്ടികളെല്ലാം ഡിഫറെന്റ് പാർട്സ് ആയിരിക്കും അവർ ചൂസ് ചെയ്യും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു മിസ്സേ. അതായത് മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിയർ ഫാക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ട് പണ്ടേ ഡോക്ടർ ആവണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായാലും ആവുകയും ചെയ്തു. അതുകൊണ്ട് മാത്സ് വേണ്ട. അപ്പം ഞാൻ പറയാൻ കാര്യം, നമ്മൾ ഈ പ്രോബ്ലംസ് കുട്ടികളുടെ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് തന്നെ, ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡിന് അവർക്ക് മാത്സ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ വരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അതിനെ നമുക്കൊന്ന് ഓവർകം ചെയ്യാനായിട്ട്, ഡിഫിക്കൽറ്റി ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഫൺ മിയോ എന്ന് പറഞ്ഞിട്ട് അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് എങ്ങനെ മാത്സ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആക്കാം ത്രൂ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെയാണ് നമ്മളിപ്പം അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ചേഞ്ച് തന്നെയാണ്. മീൻസ് ഇൻ ദ ക്ലാസ് റൂം ആയാലും ശരി, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലായാലും ശരി, എന്തെടുത്ത് നോക്കിയാലും ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ കുമിള് പോലെയാണ് സ്കൂളുകൾ ഓരോന്നും മുളച്ച് വരുന്നത്. കാരണം ഇവിടെ തന്നെ ഉണ്ട് ഒരു 10-100 സ്കൂളുകൾ നമ്മുടെ സ്കൂളിനടുത്ത്. മീൻസ് കൊല്ലം ടൗണിൽ തന്നെ ഒരു 10-100 സ്കൂളുണ്ട്. അപ്പം അവരുടെ നിന്നെല്ലാം നമുക്ക് വ്യത്യസ്തമായിട്ട് നമുക്ക് നിൽക്കണം എങ്കിൽ, നമ്മൾ കാവ്യയ്ക്ക് അറിയാമല്ലോ, നമ്മുടെ സ്കൂളിൽ തന്നെ സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പം ആ ഡിഫറൻസ് നമ്മൾ എല്ലാ മേഖലയിലും വരുത്തുന്നതാണ്. അത് സ്വാമിജിയുടെ ഫിലോസഫി ഓഫ് ചിന്മയാനന്ദ സ്വാമിജിയുടെ ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനാണ്. ആ വിഷനെ ഫോളോ ചെയ്താണ് നമ്മൾ കുട്ടികളുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ചെയ്യുന്ന എല്ലാ പ്രോഗ്രാം, ഏതൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നു. പിന്നെ അത് ചിന്മയ വിഷൻ പ്രോഗ്രാമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫോർമർ പ്രിൻസിപ്പൽ ആണ് ഇപ്പോൾ
ചിന്മയ വിഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ നിർമ്മല മാം ഞാൻ പഠിച്ച സമയത്ത് പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ ആ ടീച്ചറിന് കാരണം അത്രയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ചിന്മയ വിഷൻ പ്രോഗ്രാമിന്. അപ്പോൾ അതിന് വേണ്ടി ഇത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു കോർഡിനേറ്റർ ഒരു പോസ്റ്റ് തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് കൊണ്ടുവന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൊണ്ടാണ്. അതാണ് നമ്മുടെ ഈ ചിന്മയ വിഷൻ പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ മിസ്സെ 14 വർഷത്തെ എൻ്റെ സ്കൂൾ ലൈഫിൽ മിസ്സിനും അറിയാമായിരിക്കുമല്ലോ, ഞാനിവിടെ ഒരു ഡാൻസ് സ്റ്റാർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇന്നിപ്പോൾ കയറി വന്നപ്പോഴും അതെ ഞാനിവിടെ കയറി വന്നപ്പോൾ തന്നെ 2-3 ടീച്ചേഴ്സ് എന്നെ കണ്ടപ്പോൾ ബാക്കി സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് തന്നെ അതായിരുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം ഇന്ന് എൻ്റെ ലൈഫിൽ ഈ ഒരു ജേണി ഇപ്പോൾ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവിടം വരെയുള്ളൊരു ജേണി അത്ര ഈസി വേ ഒന്നുമല്ല. നമ്മൾ ഇവിടം വരെ ഓടി എത്തുന്നതിനകത്ത് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന എൻ്റെ സ്കൂൾ ലൈഫ് തന്നെയാണ്. ഇന്ന് ഞാൻ ആലോചിക്കും എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഞാൻ കുറച്ച് മൊറൽസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വാല്യൂസ് കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓൾ അബൌട്ട് ഫ്രം മൈ സ്കൂൾ ലൈഫ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് എനിക്കെല്ലാം. അപ്പോൾ അത് എനിക്ക് എപ്പോഴും അത് എൻ്റെ ലൈഫിൽ ഞാൻ ചേർത്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. കാര്യം പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും മിസ്സേ, കാര്യം എന്താ ഈ സ്കൂളിനോട് ഇത്ര അറ്റാച്ച്മെൻറ്റ്. എപ്പോഴും ഞാൻ സ്കൂളിനെ കുറിച്ച് പറയുമ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. അത് മാത്രമല്ല ഏറ്റവും നമ്മുടെ ഹരിയോം എന്ന് പറയുന്ന ഒരു കാര്യം, അത് ശരിക്കും ഞാൻ ഇപ്പോഴും എവിടെ വെച്ച് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ കണ്ടാലും ഞാൻ ഹരിയോം പറഞ്ഞ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അത് അന്ന് മുതൽ എന്നാൽ ഇതിന് ശേഷം ഞാൻ പഠിച്ചതൊരു ക്രിസ്ത്യൻ കോളേജിലാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം ഇപ്പോഴും ഞാൻ ഹരിയോം പറഞ്ഞാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. സോ അത് നമ്മളിലോട്ട് ആ ഇൻജെക്റ്റ് ചെയ്ത് തന്ന ഒരു വേ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നും. കാരണം നമ്മുടെ എയിം എന്തായാലും അത് എനിക്ക് ചിലപ്പോൾ എന്നോട് സഹകരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുമായിരിക്കും. ഞാൻ കീപ്പ് ചെയ്യുന്ന കുറേ വാല്യൂസ് ഉണ്ട് എൻ്റെ ലൈഫിൽ, അതെനിക്ക് ഇതുവരെയും ദോഷം ചെയ്തിട്ടില്ല, ഇനി അങ്ങോട്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ചിന്മയ എന്ന് പറഞ്ഞ ഓർമ്മകൾ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് മാതാജിയെ കുറിച്ചാണ്. മാമിന് ചിലപ്പോൾ അറിയുമെന്ന് അറിയില്ല, കാര്യം ഞാൻ വന്ന സമയത്ത് ഞങ്ങൾക്ക് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം കിട്ടിയ ഒരു തലമുറയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടേത്. കാര്യം നേരിട്ട് കണ്ടും ആ ഒരു വ്യക്തിത്വത്തിൻ്റെ എല്ലാം നല്ല അനുഭവിച്ച കുറേ കുട്ടികളായിരുന്നു ഞങ്ങളുടെ ആ കുറേ ബാച്ചുകൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അത്യാവശ്യം സ്ട്രിക്റ്റാണ് കേട്ടോ, അത്യാവശ്യം സ്ട്രിക്റ്റാണ്. മാതാജി എന്ന് ഞങ്ങൾ പറയുന്നുണ്ടെങ്കിലും സ്വാമിനി ദിവ്യാനന്ദ സരസ്വതി എന്നാണ് പേര് വരുന്നത്. പക്ഷെ ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ശരിക്കും ഒരുപാട് ഇമോഷണൽ കണ്ടൻസ് എനിക്ക് വരും മാതാജിയെക്കുറിച്ച് ഓർക്കുമ്പോഴേക്കും. പിന്നെ ആ സമയത്തൊക്കെ നമ്മുടെ ഭഗവത്ഗീത കോമ്പറ്റീഷൻസ് ആണെങ്കിലും ചാൻറ്റിങ്സ് ഇതൊക്കെ വരുന്നതിൽ എല്ലാത്തിനും എന്നെ ഒരുപാട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുമായിരുന്നു മാതാജി. കാവ്യ ചെയ്യുന്നില്ലേ, അതിനകത്ത് പങ്കെടുക്കുന്നില്ലേ, ഒരു ഓർഡർ പോലെ അങ്ങ് പറയും. കാര്യം ഞാൻ ചെയ്യും എന്നുള്ളത് മാതാജിക്ക് അത്രയും കോൺഫിഡൻസ്, അതുകൊണ്ട് ഒരു ഓർഡർ പോലെ തന്നെ പറയും പങ്കെടുക്കുന്നില്ലേ എന്ന് പറയും. പക്ഷെ പങ്കെടുത്തിട്ടുമുണ്ട്, പ്രൈസസ് മേടിച്ചിട്ടുമുണ്ട്. അതുപോലെ നമ്മുടെ ഭഗവത്ഗീത LKG മുതൽ തന്നെ അതൊരു ഭയങ്കര സംഭവം കേട്ടോ മിസ്സേ. കാര്യം സ്കൂളുകളിൽ അത് ഒട്ടുമിക്ക സ്കൂളുകളിൽ ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല, പലയിടത്തും ഇല്ല. പക്ഷെ നമ്മുടെ ആ ഒരു കൾച്ചറിനെ ഭയങ്കരമായിട്ട് മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവരെ സ്വാധീനിക്കുന്നത് ഭയങ്കര വലുതായിട്ട് തന്നെ. ഇവിടെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് അതിശയിച്ചു. LKGയിലെ കുട്ടികളൊക്കെ ആനുവൽ ഡേ പ്രോഗ്രാമിന് ഭഗവത്ഗീതയൊക്കെ ചാൻഡ് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവുകയാണ്. ഞങ്ങളുടെ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു ശരിക്കും. കാര്യം കുട്ടികൾ ഈ ഒരു കൾച്ചറിനകത്തോട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു അങ്ങനെ രീതിയിൽ ചിലപ്പം ഫാമിലിയിൽ നിന്നും അത് കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയത്. പക്ഷേ ചില കുട്ടികൾക്ക് അത് പറ്റില്ലായിരുന്നു, നമ്മുടെ കൂടെ തന്നെ പലർക്കും അത് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുട്ടികൾ എല്ലാവരും അതിനകത്തോട്ട് ഇറങ്ങാന്ന് പറഞ്ഞാൽ അത് ഒരു നല്ലൊരു മാറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഒരുപാട് നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും നമ്മുടെ പേഴ്സണാലിറ്റി ആണെങ്കിലും ബിഹേവിയറിനാണെങ്കിലും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ ഒരുപാട് സഹായിക്കും ശരിക്കും പറഞ്ഞാൽ. എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാനാണെങ്കിലും. അതുപോലെ മിസ് ഞാൻ മെയിനായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം മിസ് ഇത്രയും മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ്. കാര്യം ഞങ്ങളുടെയൊക്കെ സമയത്ത് ടീച്ചേഴ്സിനോട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ബോണ്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്ന് കയറി വരുമ്പോഴും അല്ലെങ്കിൽ ഏത് ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ടാലും എന്നെ തിരിച്ചറിയുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് ഞാൻ പ്രകടിപ്പിക്കുന്ന ഒരു സ്നേഹമാണെങ്കിലും ഭയങ്കര ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇന്നും നമ്മുടെ ഇപ്പോൾ ഇത്രയും ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആയപ്പോഴും ചിന്മയ്ക്ക് ഇത്രയും വളർച്ച ഉണ്ടായപ്പോഴും കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഇതുപോലൊരു ബോണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ 100% പറയുന്നില്ല, ഒരു 80% ഒക്കെ ഉണ്ട്. കാരണം അതാണല്ലോ നമ്മുടെ ഒരു പേർപ്പസും എയിമും എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഈ ശരിക്കും ചിന്മയ വിദ്യാലയസ് എന്ന് പറയുന്ന മാർക്ക് ഓറിയൻറ്റഡ് അല്ല. കുട്ടികൾക്ക് 100 ഔട്ട് ഓഫ് 100 വാങ്ങണം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. കാവ്യ ഡോക്ടറാണ്, ഞാനും ഡോക്ടറെ അടുത്ത് പോകും, ഡോക്ടറെ കാണാൻ പോകും. അപ്പം നമ്മളൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും എങ്ങനെയാണ് വരുന്നത്, എനിക്ക് ആ ഡോക്ടർ, ആ പെർട്ടിക്കുലർ ഡോക്ടറിനെ കാണണം. എത്ര ഇത് കൺസൾട്ടിങ് ഫീസ് എടുത്താലും നമുക്ക് പ്രശ്നമില്ല, എത്ര ടൈം വെയിറ്റ് ചെയ്താലും നമുക്ക് കുഴപ്പം. പക്ഷേ നമ്മൾ ആ ഡോക്ടറെ കാണും. എന്തുകൊണ്ടാന്ന് അറിയാവോ? കാരണം ആ ഡോക്ടറിലുള്ള എല്ലാ വേണ്ടുന്ന എല്ലാ ക്വാളിറ്റി. അപ്പൊ ഈ നമ്മൾ ഏത് പ്രൊഫഷൻ ആയാലും, ഡോക്ടറല്ല, എഞ്ചിനീയർ അല്ല, ടീച്ചറും, ഏത് പ്രൊഫഷൻ ആയാലും ശരി, നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം. മറ്റുള്ളവരെ അറിയാൻ ശ്രമിക്കണം, അവരുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനുള്ള ഒരു ആളായിരിക്കണം. ആ വാല്യൂസാണ് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്. മാർക്കിന് വേണ്ടി മാത്രമല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. അതാണ് നമ്മുടെ സ്കൂളിനെ ചിന്മയ വിദ്യാലയ സ്കൂൾ വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുന്നത്. എല്ലാവരും മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ കുട്ടികളുടെ ക്യാരക്ടർ ബിൽഡിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അക്കാഡമിക്കിനോടൊപ്പം തന്നെ. അപ്പോൾ ഇപ്പോൾ കാവ്യ തന്നെ പറഞ്ഞു എല്ലാം സ്കൂളിനെ കുറിച്ച് ഇത്രയും വാദോരാതെ സംസാരിച്ചുവല്ലോ. അപ്പം എനിക്ക് ഇപ്പം ശരിക്കും ഐ ഫീൽ ഹാപ്പി ബിക്കോസ് ഐ എം ഹിയറിംഗ് ഫ്രം എ സ്റ്റുഡൻറ് ഓൾ ദീസ് തിങ്സ്. ഇത് തന്നെയാണ് നമ്മളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നതും, എല്ലാ കുട്ടികളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഈ ഒരു ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന ആ ഒരു സിൻസിയർ വർക്കിന് ഒരു ഫലം ഉണ്ടല്ലോ എന്നുള്ളത് നമുക്ക്, അപ്പം നമ്മളെ കുറച്ചുകൂടെ നമ്മൾ സിൻസിയറിറ്റിയും ഇപ്പം ചെയ്യുന്ന പോലെ അതിലപ്പുറം കുറച്ച് കൂടുതൽ ചെയ്യാനായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ ഒരു ഇതാണ് നമുക്ക് ഇപ്പോഴും ഉണ്ട്, കുട്ടികൾക്ക് ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു 80% കുട്ടികളും ടീച്ചേഴ്സിന്, കാരണം വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ 12th കഴിയുന്ന കുട്ടികൾ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പോകുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു വരും. കാവ്യ വരുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കാവ്യ വരുന്നുണ്ടല്ലോ നമ്മളെ ടീച്ചേഴ്സിനെ സ്കൂളിനെയൊക്കെ കാണാൻ. അതുപോലെ കുട്ടികൾ തിരിച്ചു വരുമ്പോൾ അവർ പറയും, ടീച്ചർ ഇപ്പോഴാണ് നമുക്ക് ചിന്മയ വിദ്യാലയത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. കാരണം അവർ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകണം, അവിടെയാണെങ്കിൽ ഞങ്ങളെ നോക്കാൻ ആരുമില്ല, ഞങ്ങളെ ഉപദേശിക്കാൻ ആരുമില്ല, ഞങ്ങളെ നേർവഴിക്ക് നടത്താൻ ആരുമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, നിങ്ങൾ ഒന്ന് ചെയ്യുക, നിങ്ങൾ ഇവിടുന്ന് കിട്ടിയ വാല്യൂസ് എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്യുക. ആ ഒരു അഡ്വൈസാണ് ഞാൻ എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പല ഡിഫറെൻ്റ് ഏരിയാസിലും നമ്മൾ മാർക്കിന് അപ്പുറത്തേക്ക് കടന്ന് ക്യാരക്ടർ ബിൽഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. എനിക്ക് നേരത്തെ ഹരിയോമിനെ കുറിച്ച് പറഞ്ഞപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ മിസ്സേ. കാര്യം ഞാൻ ഇവിടുന്ന് +2 കഴിഞ്ഞിട്ട് പോയി, ഞാൻ പറഞ്ഞില്ല ഒരു ക്രിസ്ത്യൻ കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ ആണ്. ഞാൻ ഹോംവേക്ക് ചേർന്ന് തമിഴ്നാട് ബോർഡറാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പം നമ്മൾ ഇവിടെ ഹരിയോം പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു മാമിനെ കണ്ടപ്പോഴേക്കും ക്ലാസ്സിൻ്റെ കയറുന്നതിന് മുന്നേ ആയിട്ട് ഹരിയോം എന്നാ ഞാൻ അറിയാതെ എൻ്റെ വായിന്നത് വന്നത്. പെട്ടെന്ന് പക്ഷെ ആ മാം എൻ്റെ അടുത്ത് ഷൗട്ട് ചെയ്തു. ക്രിസ്ത്യൻ ആണ് പുള്ളിക്കാരി. പെട്ടെന്ന് എന്നോടങ്ങ് ഷൗട്ട് ചെയ്തു. ഞാൻ സോറി മാം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മാറി. പക്ഷേ ഇത് എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ലല്ലോ. സെക്കൻഡ് ടൈം ഞാൻ വീണ്ടും ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പം വേറൊരു മാമിനെ കണ്ടപ്പോൾ അറിയാണ്ട് ഞാൻ ഹരിയോം പറഞ്ഞു. ഹരിയോം പറഞ്ഞ ഉടനെ മാം തിരിച്ച് എൻ്റെ അടുത്ത് ഹരിയോം പറയുക. ഞാൻ ശരിക്കും ഷോക്കായി പോയി. അതായത് തിരിച്ച് ഹരിയോം കേട്ടപ്പോൾ ഞാനൊന്ന് സ്റ്റക്കായിട്ട് ഞാൻ ചോദിച്ചു, മാം ഹരിയോം അല്ലേ ഇപ്പം പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു അതെ ചിന്മയ സ്റ്റുഡൻ്റ് അല്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. സോ ഷി വാസ് എ മലയാളി. ഞങ്ങളുടെ അതെ പ്രൊഫസർ ആയിരുന്നു, നീനാം എന്ന് പറയും മാമിന്. മാം ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. അപ്പം മാമിൻ്റെ മോൻ ട്രിവാൻഡ്രത്ത് ചിന്മയിലാണ് പഠിക്കുന്നത്. അതെ. സോ എനിക്കത് ഭയങ്കര സന്തോഷം. പറഞ്ഞേ മോൻ ഡെയിലി ഇതല്ലേ പറയുന്നത്, ഞാൻ എന്നും ഇതല്ലേ കേൾക്കുന്നത്. സോ എനിക്കത് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ. സോ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ്, ഇത്രയും വർഷങ്ങൾ മാം അവിടെ പഠിപ്പിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരാളുടെ വായി നീ ഹരിയോം എന്നുള്ളത് കേൾക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും ഭയങ്കര സന്തോഷം. കാര്യം കുറച്ച് മുന്നേ ഞാൻ ആ ഹരിയോം പറഞ്ഞതിന് ഒരു ഷൗട്ടിങ് എനിക്ക് കിട്ടിയ റിയാക്ഷൻ. പക്ഷെ വെരി നെക്സ്റ്റ് മൊമെന്റ് തന്നെ ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ വെരി ഹാപ്പി എന്ന് പറഞ്ഞു.
ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനവും തോന്നിയ ഒരു സമയമായിരുന്നു ശരിക്കും അത്. പിന്നെ ചിന്മയുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയിൽ എല്ലാ സ്കൂൾസും ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് നമ്മുടെ സ്കൂൾസിനെ തന്നെ സർഗോത്സവം ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. കാര്യം 14 വർഷം ഈ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നിന്നിട്ടുള്ളതുകൊണ്ട് ഈ സർഗോത്സവമാണല്ലോ നമ്മുടെ ഒരു മെയിൻ ഇവന്റ് എന്ന് പറയുന്നത്. എല്ലാ ചിന്മയ സ്കൂൾസും ഒരുമിച്ച് ചേർന്നത് കോമ്പറ്റീഷൻസിന് പങ്കെടുക്കും. അതിനൊരു മാസങ്ങൾക്ക് മുന്നേ തുടങ്ങുന്ന ഒരു എഫേർട്സ് ഉണ്ടല്ലോ. അതെ എക്സാക്ട്ലി. അത് ശരിക്കും അതിന് ഒരുപാട് ഡിഫറൻസസ് വന്നിട്ടുണ്ട്. കാര്യം അന്നത്തെ പോലെയല്ല. അന്ന് ഈ പറയുന്ന പോലെ ഡാൻസേഴ്സ് കുറവാണ്, ശരിക്കും കുട്ടികൾ കുറവാണ്, കളിക്കുന്ന കുട്ടികൾ കുറവാണ്, അതിൽ നിന്ന് ചൂസ് ചെയ്ത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ കുട്ടികളും അല്ലെ ഒരുപാട് ടാലന്റഡ് ആയിട്ട് എല്ലാവരും ഇൻവോൾവ് ആവാണ്. എന്നുവെച്ചാൽ ഇൻബോൺ തന്നെ ടാലന്റ് ആയിട്ട് വരുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അന്ന് ചൂസ് ചെയ്യായിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് കുട്ടികളാണ് അതിനകത്തോട്ട് ഇൻവോൾവ് ആകുന്നത്. അപ്പോൾ ശരിക്കും ആനുവൽ ഡേ പ്രോഗ്രാംസിൽ തന്നെ വന്നിരിക്കുന്ന ഡിഫറൻസ് ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അന്നൊക്കെ എൻ്റെ സമയത്തൊക്കെ +1 +2 ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ മേടിച്ച്, അന്ന് ചിലപ്പോൾ മേടിക്കുന്ന കോസ്റ്റ്യൂം എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ഡെയിലി വെയറിന് തന്നെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഡ്രസ്സസ് ആയിരിക്കും. പക്ഷെ ഇന്ന് പെർട്ടിക്കുലർലി ആ ഡാൻസിന് ഉപയോഗിക്കുന്ന തന്നെ എടുത്തിട്ടാണ് കുട്ടികൾ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നമുക്ക് തോന്നുന്നു. അത്രയും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആനുവൽ ഡേ സെലിബ്രേഷൻ ഇവിടെ തന്നെ നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ തന്നെ നടക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ കുറച്ചും കൂടി അല്ലേ വേറൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല രീതിയിലൊക്കെയാണ്. അങ്ങനെയൊക്കെ അതൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ്. കാര്യം ഒരുപാട് കുട്ടികൾക്കും പേരൻസിനും എല്ലാം വരാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മാം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും നമ്മുടെ ചിന്മയുടെ ഇപ്പം ഇത്രയും അഡ്വാൻസ്ഡ് ആയപ്പോഴും ഇത്രയും മോഡേൺ ഒരു ഇതിനകത്തോട്ട് വന്നപ്പോഴും നമ്മുടെ ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, ഇപ്പം ഞാനൊക്കെ അനുഭവിച്ച് വന്ന ഒരു ട്രഡീഷണൽ ഫാക്ടർ ഉണ്ടല്ലോ, അതിപ്പോഴും എത്രത്തോളം നമുക്ക് ഈ ഒരു അക്കാഡമിക്സിലാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ എത്രത്തോളം ഈ ട്രഡീഷണൽ ഫാക്ടറോട് നമുക്ക് ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ ഒരു വിജയവും. അത് തന്നെയാണ് ആ സ്കൂൾ വിത്ത് ഡിഫറൻസ് എന്ന് പറയുമ്പോഴും അതിൽ ഇമ്പോർട്ടൻ്റ് ഫോക്കസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. വി ആർ റൂട്ടഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. അതിൽ നിന്ന് മാറിയിട്ട് ഒരു കാര്യവും ഇല്ല നമുക്ക്. അത് തന്നെയാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്ന ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ കാവ്യം ഉള്ളപ്പോൾ ഉണ്ടോ എന്നറിയാം വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി ലൈഫ് ആൻഡ് ആരാധന എന്നുള്ള പേരിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ നമ്മുടെ തന്നെ സെൻട്രൽ ചിന്മയ മിഷൻ പബ്ലിഷ് ചെയ്യുന്ന ബുക്കാണ്. അപ്പോൾ അതിനകത്ത് എല്ലാ സ്റ്റോറീസും നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ട് ആ ടെക്സ്റ്റ് ബുക്ക്, എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അതിനകത്ത് നമ്മുടെ CVP എന്ന് പറയുന്ന ആ ഒരു ഇത് വരുന്നത് അതിനകത്ത്. കാരണം വാല്യൂ ബേസ്ഡ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ ആണ് അതിനകത്ത് മൊത്തം. കാരണം നമ്മൾ എന്ത് പഠിച്ചാലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ടീച്ചർ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുവാണ്, ആ ടോപ്പിക്കിൽ എന്തൊക്കെ വാല്യൂസ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുമോ ആ വാല്യൂസ് എല്ലാം ഈ CVPക്കകത്ത് വരുന്നു. CVP ഇതിനനുസരിച്ചാണ് നമ്മൾ ആ ടോപ്പിക്ക്. ടീച്ചേഴ്സ് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും അതിനകത്ത് എന്തൊക്കെ വാല്യൂസ് കുട്ടികൾക്ക് കൊടുക്കാം. ഈ CVP എന്ന് പറയുന്നത് തന്നെ 4 ആസ്പെക്ട്സ് ആണ് അതിനകത്തുള്ളത്. ഇന്ത്യൻ കൾച്ചർ, യൂണിവേഴ്സൽ ഔട്ട്ലുക്ക്, പാട്രിയോട്ടിസം, ഇങ്ങനെ ഒരു 4 ഹെഡിങ് വരുന്നുണ്ട്, ആസ്പെക്ട്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ 4 ആസ്പെക്ട്സും ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കിൽ 2, 3 ഇങ്ങനെയൊക്കെ വെച്ച് വരും. അപ്പം നമ്മൾ അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ടീച്ചേഴ്സ് ലെസൺ പ്ലാനിനകത്ത് എഴുതി ഏതൊക്കെ വാല്യൂസ് ഇതിനകത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ലെസൺ പ്ലാനിൽ തന്നെ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് അവർ ആഡ് ചെയ്യും. അപ്പോൾ ആ വാല്യൂസ് വിട്ട് നമുക്ക് ഒരു കളിയുമില്ല. ആ വാല്യൂ പ്ലസ് പ്രസന്റ് ട്രെൻഡ് എന്തൊക്കെയാണ് അതിനനുസരിച്ച് നമ്മൾ അത് ബേസിക്കായിട്ട് വെച്ചിട്ട് പ്രസന്റ് ട്രെൻഡിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മുടെ. കാരണം അത് വേണമല്ലോ, ചേഞ്ച് ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ട്രഡീഷനും കൾച്ചറിലും മാത്രം റൂട്ടഡ് ആയ കാര്യമില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അത് നമ്മുടെ ബേസ് ആയിട്ട് വെച്ചിട്ട് അതിൽ നിന്നും നമുക്ക് എങ്ങനെ ഇത് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ത്രൂ ആക്ടിവിറ്റീസ്. വേറൊന്നുമല്ല, ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ കാവ്യ പഠിച്ച സമയത്തിനേക്കാളും ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. കാരണം ഡേ സെലിബ്രേഷൻ ഉണ്ട്, എല്ലാം പിന്നെ
അവരുടെ സബ്ജക്റ്റ് ബേസ് ആയാലും ശരി തന്നെ, അല്ലാതെയും ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് തന്നെ നമ്മൾ CVP റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ട്വൈസ് ഇൻ എ ഇയർ നമ്മളവിടെ സെൻട്രൽ ചിന്മയ മിഷന് നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് റിപ്പോർട്ട് അയക്കണം. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ട്രഡീഷണൽ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെയാണ്. അത് വിട്ടുള്ള ഒരു കളിയും ചിന്മയ്ക്കില്ല. ശരിക്കും ഞാൻ പഠിച്ച സമയത്തുണ്ടല്ലോ മിസ്സേ, ഇവിടെ ഫുള്ള് ഗ്രീനറീസ്, അതായത് ഫുള്ള് ഒരു നമ്മൾ ശരിക്കും വരുമ്പോൾ തന്നെ ഫുൾ ട്രീസും പ്ലാന്റ്സ് കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ചുറ്റും. പക്ഷെ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നു. പക്ഷേ ആക്ച്വലി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസാണ്. കാര്യം അന്ന് ഒരു ബിൽഡിങ്ങും കുറേ ഗ്രീനറീസും ആയിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാണുമ്പോൾ സന്തോഷമുണ്ട്, 3-4 ബിൽഡിങ്സും ശരിക്കും അതിനിടയിൽ ഗ്രീനറീസ് ഉണ്ട് എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗ്രീനറീസ് എനിക്ക് തോന്നുന്നു ആഡ് ഓൺ ചെയ്യാൻ തോന്നുന്നു അല്ലേ? പറഞ്ഞത് ശരിയാണ്. കാരണം നമ്മുടെ വർക്കൊക്കെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നല്ല, അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ ഏതൊക്കെ ടൈപ്പ് മരങ്ങൾ വെക്കാം, ആ പഴയ ഗ്രീനറി എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, റീക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം അതിന് എക്സാമ്പിളായി കയറി വരുമ്പോൾ ഒരു സൈഡിൽ കാണാൻ പറ്റും, കുറച്ച് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചത് കാണാൻ പറ്റുമോ, കണ്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അതിന് ഇനിയും അത് കണ്ടിന്യൂ ചെയ്യും. നല്ലൊരു, കാരണം ഇവിടെ നമുക്കറിയാം ആര് വന്നാലും ഏതൊരാൾ ഇവിടെ ചിന്മയ വിദ്യാലയ കൊല്ലം വിസിറ്റ് ചെയ്താലും അവരത് ഇവിടെ ഒരു പോസിറ്റീവ് വൈബാണല്ലോ, ഇതിനകത്ത് കയറുമ്പോൾ ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണോ, നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നല്ലോ എന്നൊക്കെ പറയാതെ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആൾക്കാരില്ല. അപ്പോൾ അത് കുറച്ച് കൂടുതൽ നമുക്കും അറിയാം, നമ്മൾ ശരിക്കും ഈ സ്പേഷ്യസ് ആണ്. അതുകൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന ചെടികളും മരങ്ങളും ഗ്രീനറി കുറച്ച് കൂടുതൽ വെക്കാനുള്ള നമുക്ക് സൗകര്യമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുക തന്നെ. ഞാൻ ശ്രദ്ധിച്ച ഒരു മാറ്റം കൂടി പറയട്ടെ മിസ്. കാര്യം ഞാനത് പഠിക്കുന്ന സമയത്ത് ഈ ഗണപതിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠ ശരിക്കും നമ്മുടെ സ്കൂളിന്റെ ഒരു കയറി വരുമ്പോൾ അകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആദ്യമേ എനിക്ക് തോന്നുന്നു മാതാജിയുടെ അവിടെ ആയിരുന്നു ആദ്യമേ നമ്മൾ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുന്നത്. അതിനുശേഷം പിന്നെ അത് ഈ ഒരു പോർഷനിലോട്ടായിരുന്നു. പിന്നെ എപ്പോഴാണെങ്കിലും അവിടെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ സ്കൂളിനകത്തോട്ട് വരുത്തുള്ളായിരുന്നു. ഒരുവിധ കുട്ടികളെല്ലാവരും അങ്ങനെയായിരുന്നു കേട്ടോ, അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇന്നിപ്പോ കാണുന്ന ഒരു ഏറ്റവും വലിയ ചേഞ്ച് അതൊരു ടെമ്പിൾ ആയിട്ട് മാറി എന്നുള്ളതാണ്. ഒരു ചേഞ്ച് ആണ്. കാര്യം അത് പ്രത്യേക ഒരു പ്രതിഷ്ഠ കൊടുത്ത് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും അതിന് കൊടുത്തത്. അങ്ങനെ ഒരു ടെമ്പിൾ ആയിട്ട് തന്നെ മാറ്റി, അതെ ചിന്മയുടെ ഒരു ഓൺ ടെമ്പിൾ എന്നുള്ള രീതിയിൽ തന്നെ മാറിയപ്പോൾ അതൊരു കുട്ടികൾ തന്നെ അതാണ് നമ്മുടെ മോർണിംഗ് തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നത്. എല്ലാ കുട്ടികളും മാക്സിമം എല്ലാ കുട്ടികളും അമ്പലത്തിൽ വന്ന് ഭഗവാനെ ഗണപതി ചിന്മയ അമ്പലത്തിന്റെ പേര് ചിന്മയ മഹാഗണപതി ടെമ്പിൾ എന്നാണ്. നമ്മൾ കുറച്ച് ഔട്ട്സൈഡേഴ്സിന് കൂടെ എത്തത്തക്ക രീതിയിലാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ പോയി പ്രാർത്ഥിക്കും. അവർ വരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടേ ക്യാമ്പസിലോട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുവാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഗീത ചാൻഡിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കാവ്യക്ക് അറിയായിരിക്കും. ഗീത ചാൻഡിങ്ങിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ വർഷവും ഓരോ ചാപ്റ്ററാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ വർഷം 15th ചാപ്റ്ററാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനായിരുന്നു ക്ലാസ്സിൽ ചൊല്ലി കൊടുക്കുന്നത്. ഈ ഗീത ചാൻറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ ഇപ്പോഴും മറക്കത്തില്ല. കാര്യം ഇപ്പോഴും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നതിന് മുന്നേ ആ ബ്രഹ്മാത്മണം വരാതെ, മനസ്സിൽ വരാതെ ശരിക്കും ഭക്ഷണം വാരാനായിട്ട് നമുക്ക് തോന്നുന്നില്ല. ആ ഒരു ശരിക്കും അത് ഞാനിങ്ങനെ ഓർക്കുന്നേ ശരിക്കും. കാര്യം നമ്മളിലോട്ട് അത് എത്രത്തോളമാണ് ആ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നതെന്നുള്ളതേ. ചിലപ്പോൾ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പല കുട്ടികൾക്കും ചിലപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ അതൊരു തമാശയല്ല. ശരിക്കും ഇന്നും നമുക്ക് ഉറക്കെ ചൊല്ലാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നും ഭക്ഷണം ഫ്രണ്ടിൽ വന്നാൽ ഞാൻ മനസ്സിൽ ചൊല്ലുന്ന ഒരു നാമമാണ് അത്. കാര്യം അത് ചൊല്ലാൻ നമുക്ക് കഴിക്കാൻ പറ്റില്ല. 14 വർഷം അത് ശീലിച്ചു പോയതുകൊണ്ടായിരിക്കും. ഈ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന കണക്ക്. അതുകൊണ്ടാണ് ശരിക്കും ചിന്മയിലെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ ലൈഫിലോട്ട് പോസിറ്റീവായിട്ട് അത് സ്വാധീനം ചെലുത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളിൽ ശരിക്കും നല്ല കാര്യം. ഇന്ന് നമ്മൾ കാണുന്ന ഈ അക്രമവും മറ്റ് കാര്യങ്ങളും എല്ലാം കുട്ടികളുടെ മാനസിക നിലയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളും ഒക്കെ മാറ്റിയെടുക്കുക ശരിക്കും ഇങ്ങനത്തെ സ്കൂൾസിന് ഒരുപാട് സാധിക്കുന്ന എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ചിന്മയിൽ അതിൽ ഒരു വലിയ റോള് തന്നെ വഹിക്കുന്നുണ്ട്. കുട്ടികളുടെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ബിൽഡിങ്ങിനൊക്കെ ഒരുപാട് വലിയ റോള് വഹിക്കുന്നുണ്ട്. അപ്പം അത് തുടർന്നും അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ട് നിങ്ങളെപ്പോലുള്ള അത് എല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതും. തീർച്ചയായിട്ടും സന്തോഷം. കാവ്യ തന്നെ ഇവിടെ പഠിച്ച ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര എക്സ്ട്രീം ഹാപ്പിനെസ്സാണ് തോന്നുന്നത്.
കാരണം ഒരു കുട്ടി നമ്മളെ പോയ കുട്ടി ഇപ്പോഴും ആ ശീലങ്ങളൊക്കെ വെച്ച് അവരുടെ ജീവിതത്തിൽ ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, പ്രാവർത്തികമാക്കുന്നുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനപ്പുറം ഗുരുദക്ഷിണ വേറൊന്നുമില്ല. അതെ.